ഞങ്ങളെ വിളിക്കുന്ന പലരും പറയുന്നതാണ് മക്കൾ രണ്ടുപേരുണ്ട്, ഒരാൾ രക്ഷപ്പെട്ടു, ഒരാളെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ആയില്ല, അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത് മക്കളെ. ഒരു തെങ്ങിലെ ഒരു കൊലയിലെ ഏറ്റവും നല്ല 3 തേങ്ങ മുളപ്പിച്ച് നട്ടതാണ്. ഒന്ന് കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയുണ്ട്, നല്ല രസമൊക്കെയാണ് അത് കാണാൻ. പക്ഷെ അത് കാച്ചിട്ടില്ല. അതേ വലിപ്പത്തിൽ മറ്റൊരു തെങ്ങ് വെച്ചു, അത് കാണിച്ചു തരാം, വയോ. ഇത് ചൊട്ടയിട്ടു, അത് പതുക്കെ മച്ചിങ്ങൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇതാ കൊലയൊക്കെ വന്നിട്ടുണ്ട്. രണ്ടും ഒരേ ഇനം തന്നെയാണ്. ഒരേ സമയത്ത് ഒരേ തേങ്ങ മുളപ്പിച്ചുണ്ടാക്കിയതുമാണ്. ഒരേ കാലാവസ്ഥയാണ്, ഒരേ വെള്ളമാണ്, ഒരേ വളമാണ്. പക്ഷെ രണ്ടും രണ്ടാണ്. ഇതിനെ രണ്ടായി കാണാൻ ശ്രമിക്കുക. അല്ലാതെ രണ്ടും ഒരേ സമയത്ത് ഫലം കായ്ച്ചില്ല എന്നൊന്നും പറഞ്ഞ് മക്കളെ ബുദ്ധിമുട്ടിക്കരുത്. 4 5 മക്കളുണ്ടെങ്കിൽ 4 തരത്തിലായിരിക്കും. അവർ 4 തരത്തിൽ വളരട്ടെ. ഇപ്പം അപ്പൂസ് എന്നോട് ചോദിക്കും, അപ്പം അപ്പ ചെയ്യുന്ന പോലെ ആവുന്നില്ല ഞാൻ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ മാത്രം ചെയ്താൽ മതി, നീ ജീവ ചെയ്യുന്ന പോലെ ചെയ്യ അപ്പൂസേ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തത ഉണ്ടാവട്ടെ, ആരെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. മൂന്നാമത്തത് ചെറുതായിട്ടിരിക്കുന്നു, നമ്മുടെ ഉള്ള കുട്ടികളെ പോലെ. അപ്പോൾ മൂന്നും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയാണ് വേണ്ടത്. ആ വ്യത്യസ്തത എപ്പോഴും ഇഷ്ടപ്പെടണം കേട്ടോ. അതൊരു പോരായ്മയായിട്ട് കാണരുത്. ബി ഹാപ്പി.